നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. പേട്ട ഫെറോനയിലെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി യുവ കുടുംബങ്ങളുടെ സംഗമത്തിൽ വലിയ കുടുംബങ്ങളെ ആദരിച്ചു. പേട്ട ഫെറോനയിലെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെറോന കുടുംബ ശുശ്രൂഷ സമിതിയുടെ യുവ കുടുംബങ്ങളുടെ സംഗമം നടത്തി. പ്രസ്തുത സംഗമത്തിൽ വലിയ കുടുംബങ്ങളെ ആദരിച്ചു. കുമാരപുരം 10-ാം പിയൂസ് ദേവാലയത്തിൽ ഏപ്രിൽ 6 നടന്ന സംഗമം കുടുംബ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ റിച്ചാർഡ് സക്കറിയ ഉദ്ഘാടനം ചെയ്തു. കുമാരപുരം ഇടവക കുടുംബ ശുശ്രൂഷ കൺവീനർ ഡോക്ടർ റോബർട്ട് ആന്റണി സ്വാഗതം പറഞ്ഞു. വൈദിക കോർഡിനേറ്റർ ഫാദർ പ്രമോദ് വിഷയാവതരണം നടത്തി. ഇടവക വികാരി ഫാദർ റോഡ്രിക്സ് കുട്ടി വലിയ കുടുംബങ്ങളെ ആദരിച്ചു. വായനയാണ് ലഹരി. മരീൻ എഞ്ചിനീയറിംഗ് കോളേജിലെ റീഡേഴ്സ് കോർണർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി GR അനിൽകുമാർ. കഴക്കൂട്ടം മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് മലയാള മനോരമയുടെ സഹകരണത്തോടെ കോളേജ് ക്യാമ്പസിൽ റീഡേഴ്സ് കോർണർ വായനയാണ് ലഹരി മന്ത്രി GR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഗൗരവമുള്ള വിഷയം ലഹരി വസ്തുക്കളുടെ വ്യാപകമായ ഉപയോഗമാണ്. റീഡേഴ്സ് കോർണർ വായനയാണ് ലഹരി അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ചരിത്ര സത്യങ്ങളിലൊന്നായ വെറോനിക്കയുടെ തൂവാലയുടെ തിരുശേഷി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രദർശിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ വഴിയിലെ ചരിത്ര സത്യങ്ങളിലൊന്നായ വെറോനിക്കയുടെ തൂവാലയുടെ തിരുശേഷം വലിയ നോമ്പിന്റെ 5-ാം ഞായറാഴ്ചയായ ഏപ്രിൽ 6 സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രദർശിപ്പിച്ചു. കുരിശും വഹിച്ച് കാൽവരിയിലേക്കുള്ള വഴിയിൽ ക്രിസ്തുവിന്റെ മുഖം തുടച്ച തൂവാലയാണിതെന്നാണ് വിശ്വാസം. തിരുമുഖം എന്നുകൂടി അറിയപ്പെടുന്ന ഈ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകളോടെ വിശ്വാസികൾക്കായി ബസിലിക്കയിൽ പ്രദർശിപ്പിച്ചു. ഈ തൂവാലയിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ മുഖം പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. കുരിശിന്റെ തിരുശേഷിപ്പ് വിശുദ്ധ ലോങ്കിനോസിന്റെ കുന്തത്തിന്റെ തിരുശേഷിപ്പ് എന്നിവയോടൊപ്പം വെറോനിക്കയുടെ തൂവാലയും വലിയ പ്രാധാന്യത്തോടെ കരുതപ്പെടുന്നവയാണ്. യേശുവിന്റെ തിരുമുഖം ധ്യാനിക്കുന്നതിലൂടെ യേശുവിനെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. ബോൺ ജീസസ് ബസിലിക്കയ്ക്ക് സമീപമുള്ള ടൂറിസം പ്രോജക്റ്റിനെതിരെ ഗോവൻ ജനത. 16-ാം നൂറ്റാണ്ടിൽ ഓൾഡ് ഗോവയിൽ സ്ഥാപിതമായതും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നതുമായ ബോൺ ജീസസ് ബസിലിക്കയ്ക്ക് സമീപം ഗോവൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്ന ടൂറിസം പദ്ധതിക്കെതിരെ ക്രൈസ്തവ വിശ്വാസികൾ രംഗത്ത്. ഇതിനെതിരെ നടന്ന പ്രതിഷേധ റാലിയിൽ ക്രൈസ്തവർക്കൊപ്പം പരിസ്ഥിതിവാദികളും ഗോവൻ വാസികളും പങ്കെടുത്തു. ലോകാരോഗ്യ ദിനത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് തൂത്തൂർ ഫെറോന സാമൂഹ്യ ശുശ്രൂഷ സമിതി. വള്ളവിള, മാർത്താണ്ഡൻതുറ, നീരോടി ഇടവകകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം, മാതൃത്വം, ശൈശവം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രസ്തുത പരിപാടി ശ്രീമതി അരുൾഡ സ്വാഗതം ആശംസിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.